കർത്താവും രക്ഷിതാവും പരിപാലകനും ഭരണകർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. ഈ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേൽ എന്ന ചെറുപ്പക്കാരൻ ഫിലിപ്പോസ് എന്ന് തന്റെ പരിചിതനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരിക്കൽ യേശു കർത്താവ് ഗലീലയിലേക്ക് പോകുന്ന വഴിക്ക് ഫിലിപ്പോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് യേശു കർത്താവിനെ അനുഗമിച്ച ഫിലിപ്പോസ് പാതി വഴിയിൽ വെച്ച് തന്റെ പരിചയക്കാരനായ നഥനയേലിനെ കണ്ടു. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അത് ജോസഫിന്റെ പുത്രനായ നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യേശു കർത്താവും ഫിലിപ്പോസും നടന്നുപോയ പാതക്കരികിലിരുന്ന നഥനയേൽ എവിടെ നിന്ന് നന്മ വരുമെന്ന് ചിന്തിച്ചിരുന്നതായിരിക്കാം. അന്ന് വരെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഹൃദയത്തിൽ പേറി ഇനി എവിടെ നിന്നാണ് നന്മ വരുന്നത്? ഞാൻ സഞ്ചരിക്കേണ്ട ഇടത്തെല്ലാം സഞ്ചരിച്ചു, ഞാൻ മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടി, ഞാൻ അന്വേഷിക്കേണ്ട ഇടത്തെല്ലാം അന്വേഷിച്ചു, ഞാൻ യാചിക്കേണ്ട ഇടത്തെല്ലാം യാചിച്ചു. എവിടെ നിന്നാണ് എനിക്ക് നന്മ വരുന്നത്? എവിടെ നിന്നാണ് എനിക്കിനി അനുഗ്രഹം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് എനിക്കിനി സമാധാനം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് എനിക്കിനി സന്തോഷം ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചായിരിക്കാം വഴിയരികിൽ നഥനയേൽ ഇരുന്നത്. അപ്പോഴാണ് ഫിലിപ്പോസ് തന്നോട് വിളിച്ചു പറയുന്നത്, ഇതാ എന്റെ മുമ്പിൽ നടന്നു പോകുന്നവനെ കണ്ടോ? അവൻ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരുന്നവനാണ്. അവന്റെ പേര് യേശു എന്നാണ്, അവന്റെ പേര് നസറായൻ എന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പ്രയാസത്തോടുകൂടി വഴിയരികിൽ ഇരുന്നവന്റെ ഹൃദയം പൊട്ടി ചോദിക്കുന്ന ചോദ്യമാണ്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ആരെങ്കിലും എവിടെ നിന്നാണ് എനിക്കുള്ള അനുഗ്രഹം വരുന്നതെന്ന് ചിന്തിക്കുന്നു? നിങ്ങളോട് എനിക്കും പറയുവാനുള്ളത്, നസറേത്തിൽ നിന്ന് മാത്രമേ നന്മ വരൂ. നസറായനായ ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നന്മ വരൂ. അതൊരു ഭൗതിക നന്മ മാത്രമായിരിക്കണമെന്നില്ല. കർത്താവ് മനസ്സറിഞ്ഞ് നിന്റെ വിഷമം കണ്ട്, പ്രയാസം കണ്ട്, ദുഃഖം കണ്ട്, ക്ലേശം കണ്ട് നമുക്ക് തരുന്ന അനുഗ്രഹമായിരിക്കാം. ഇന്ന് ഈ പരിശുദ്ധ ദിവസം അത് സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഈ പരിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ ദൈവാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അപ്പാ, ഞങ്ങൾ വരുന്നത് നസറായന്റെ അരികിലേക്കാണെന്നുള്ള ബോധം ഞങ്ങളെ ഭരിക്കട്ടെ. കർത്താവ്, നീ ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കണമേ. അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തെ അറിയണമേ. എവിടെ നിന്ന് നന്മ വരുമെന്ന് ചിന്തിക്കുന്ന ജനഹൃദയത്തെ ഇന്ന് പകൽക്കാലം നസറേത്തിൽ നിന്ന് നന്മ വരുമെന്ന് പറഞ്ഞാശ്വസിപ്പിക്കുന്ന ദൈവത്തിനായി സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.